ഞങ്ങളൊരു കല്യാണം കഴിഞ്ഞിട്ട് ചുമ്മാ 2-3 ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇതാ അവസ്ഥ. എവിടെ കാട് കണ്ടാലും അതെല്ലാം പറിച്ചെടുക്കും. ഇതുണ്ടോ? ഇനി ഇതെല്ലാം കൊണ്ട് വീട്ടിൽ നടണം. ഇത് മാത്രമല്ല, കാറിൻ്റെ ഡിക്കിയിൽ ഇതിൻ്റെ ബാക്കി കിടപ്പുണ്ട്. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാവേ. കിട്ടിയോ? എത്രണ്ണം കിട്ടി? 2 എന്ന് പറഞ്ഞിട്ട് കുറേ ഉണ്ടല്ലോ. പിന്നെ വണ്ടിക്കകത്ത് കിടക്കുന്നു. കല്യാണം കഴിഞ്ഞൊന്ന് ക്ഷീണം മാറ്റാനുണ്ട്. ഉപ്പിട്ട് ഒരു സോഡ അരങ്ങളും കൂടെ കുടിക്കാം. നമുക്കിനി പറിച്ചുകൊണ്ട് വന്ന ചെടി നടാം. ഈ സൈഡിൽ കാണുന്ന ഈ മൊത്തം ചെടി നമുക്ക് ഇവിടുന്ന് മാറ്റിയിട്ട് നമുക്ക് നേരത്തെ പറിച്ച ചെടി ഇങ്ങോട്ട് വെക്കാം. തൽക്കാലം ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. റോസ് നീങ്ങുന്നുണ്ടോ? ഭയങ്കര വലുതാണ്. പിന്നെ ഈ ചെടിക്ക് പറയാൻ വേണ്ടി ഒരു കഥ കിട്ടും. നല്ലോണം വളർന്നു വന്നിട്ട് എൻ്റെ പ്രത്യേകതരം വളക്കൂട്ടുകൾ മൂലം കരിഞ്ഞു പോയൊരു ചെടിയാണ്. ഇതിനെ ഞാൻ കടയിൽ നിന്നും വീട്ടിൽ കൊണ്ടുവന്ന് കൊന്നു കളഞ്ഞൊരു നല്ല ചെടിയാണ്. വന്നപ്പോൾ ഇതിന് പച്ച കളറായിരുന്നു, ഇപ്പം ഇത് കരിഞ്ഞ കളറായി. സാരമില്ല, നമുക്ക് വേറെ മേടിക്കാം. ഈ കാണുന്നത് എൻ്റെ മറ്റൊരു പരീക്ഷണമാണ്. ചിലതൊക്കെ കിളുക്കും, ചിലതൊന്നും കിളുക്കത്തില്ല. ഇത് കിളുത്തില്ല. ഓർണമെൻ്റൽ പൈനാപ്പിൾ. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പപ്പായയൊക്കെ കിളുത്ത് വരുന്നുണ്ട് കേട്ടോ. അതൊന്നും കാര്യമാക്കണം, അതൊക്കെ പറിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഇത്ര സ്പേസിലുള്ള മെറ്റിലും എല്ലാം മാറ്റി നമുക്ക് ഇളം സെറ്റ് ചെയ്യാം. നല്ലതായിരിക്കുമോ? നല്ലതായിരിക്കും. വെച്ച് നോക്കാമല്ലോ എന്തായാലും. അങ്ങനെ നമ്മൾ കുഴി എടുക്കുന്ന പരിപാടി കഴിഞ്ഞ് ചാണകപ്പൊടി കുറച്ചിട്ടാൽ മതി. ഒരല്പം ഗാർഡൻ മിക്സ്, ഒരല്പം എല്ലുപൊടി. അപ്പോൾ നമുക്കിവിടെ വെച്ച് വെക്കാം കേട്ടോ. മണ്ണിട്ട് കൊടുക്കാം. പിന്നെ കാട്ടിലെ മറ്റേ ചേമ്പില്ലേ, അത് ട്രെൻഡ് ആയതുപോലെ ഈ ചെടി ഞാൻ ട്രെൻഡ് ആകുവാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഞാൻ തരാം. സ്ഥലമൊക്കെ എനിക്കറിയാം. ചെറിയ പേയ്മെൻറ്റ് വേണം കേട്ടോ, അതാരും മറക്കണ്ട. പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പരിപാടി കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നിടം വരെ ബൈ ബൈ.